ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ സാഗർ, പുള്ളിക്ക് വേണ്ടി പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള തോമസ് സാർ വിളിച്ചിരുന്നു. കോടതി വിധിയുള്ളപ്പോ അത് നടപ്പിലാക്കണ്ടേ സാർ? ഓക്കെ സാർ, അങ്ങനെ തന്നെ ചെയ്യാം. സാറിന്റെ ലീവ് എന്ന് കഴിയും. ശരി സാർ. ഓക്കെ സാർ, ശരി. ആദ്യം വന്ദനയും കൂട്ടരോട് വരാൻ പറ. ശരി സാർ. വേണ്ട, നിന്നോളാം. എന്താണ് ജഗനിത്? കുട്ടിയെ കൊണ്ടുപോകാനുള്ള കോടതി വിധിയുമായല്ലേ അവര് വന്നത്. അപ്പൊ പിന്നെ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ ജഗൻ? സർ, അവൾ എന്റെ മോള. എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. കുറച്ചുനാള് നിങ്ങളുടെ കൂടെ നിന്നല്ലേ, അപ്പൊ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. സർ, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ തിരികെ വാങ്ങിക്കൊടുക്കണം സർ. കടം വാങ്ങിയ പണം തിരികെ വാങ്ങിക്കുന്നത് പോലാണോ കുഞ്ഞിനെ തിരികെ വാങ്ങുന്നത്? വിവരക്കേട് വിളിച്ചു പറയുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടേ സർ? അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനയും നീതി വ്യവസ്ഥയൊക്കെ ഉണ്ട്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് ഞങ്ങൾക്കിങ്ങനെ തോളിൽ സ്റ്റാർ തന്നിരുത്തിയിരിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയക്കാരെ സേവിക്കാനല്ല. ജഗനൊക്കെ മയക്ക് കിട്ടുമ്പോ വിളിച്ചു കൂവാറില്ലേ? സാധാരണക്കാരന്റെ നീതിപ്പണമാ ഞങ്ങളെപ്പോലുള്ള സർക്കാർ ജീവനക്കാരൊക്കെ തിന്നുമുടിക്കുന്നതെന്ന്. അപ്പോ വാങ്ങുന്ന ശമ്പളത്തിന് കൃത്യമായി ജോലി ചെയ്യണ്ടേ? മാത്രമല്ല, അവിടെ വന്നപ്പോ ആണും പെണ്ണും എല്ലാം ഒരുതരം ഗുണ്ടായിസം പോലെ. എന്താ ഇപ്പൊ ചൂടൊക്കെ ഇറങ്ങിയോ? അതോ എന്നെക്കുറിച്ച് തിരക്കി അറിഞ്ഞു വന്നതാണോ? കോടതി ഓർഡറുമായിട്ടാ രാഖി വന്നത്. കോടതി വിധി പ്രകാരം രാഖിക്ക് ആ കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യാം. അതോടെ ഈ കേസ് ക്ലോസ്. ഞാൻ അവരെയും കൊണ്ട് വിളിക്കാം. പരസ്പരം ധാരണയായിട്ട് പിരിയാൻ നോക്ക്. സർ, എനിക്ക് വേണം എന്റെ മോളെ. ഇത് പോലീസ് സ്റ്റേഷനാ. നിങ്ങളുടെ മോളോ? എന്താ അതിന് തെളിവ്? കുട്ടിയുടെ DNA സർട്ടിഫിക്കറ്റോട് വാ, അപ്പൊ നോക്കാം.